ആനവണ്ടിയിലൊരു ആനന്ദ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ KSRTCയോടൊപ്പം ഒരു മൂന്നാമത്തെ യാത്രയിലാണ്. കാസർഗോഡ് റാണിപുരത്തേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര. കാലത്ത് ഏതാണ്ട് 6 മണിയായി തുടങ്ങിയിട്ടുണ്ട്. കൃത്യം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ യാത്ര വൈകുന്നേരം 9 മണിക്കാണ് തിരിച്ചെത്തുന്നത്. 920 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. 3 നേരത്തെ ഭക്ഷണം അടക്കട്ടോ. അതിൽ ട്രക്കിംഗ് ചാർജ് മറ്റുള്ള സ്പോട്ടുകളിൽ പോകുന്ന എല്ലാവിധ ചാർജുകളും അതിൽ ഉൾപ്പെടും. തൻസീറാണ് കേട്ടോ പ്രാവശ്യത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പെർഫോമൻസ് ഒക്കെ വഴിയെ കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ KSRTC യാത്ര ചെയ്യുന്നത്. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു യാത്രയാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് യശോദ. തോമസ് ചേട്ടനെ തന്നെ നമുക്ക് സാരഥിയായിട്ട് കിട്ടിയിട്ടുണ്ട്. യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഗട്ടറിലൊന്നും ചാടിക്കാത്ത വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ അത്. അത്ര നല്ല ഡ്രൈവറാണ്. എന്നൊരു വിളിയും കേട്ടേ, എന്താണപ്പാ ഒരു വിളിയും കേട്ടേ, എൻ്റെ അമ്മ വിളിക്കണോരൊച്ച പോലെ. യാത്രയെല്ലാം നല്ല അനുഭവമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല യാത്ര ആശംസകൾ നേരുന്നു. നല്ല സന്തോഷവും സമാധാനവും നിറഞ്ഞ ഇന്നത്തെ യാത്ര ആയിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കാപ്പുമല കണ്ട പൂങ്കാറ്റ് കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുവോറും കിസ്സ പറഞ്ഞാട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ കാഞ്ഞങ്ങാട് ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് കാലത്തെ ഫുഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തായാലും ഭക്ഷണം ഒരു രക്ഷയില്ല. കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെയായിരുന്നു എല്ലാവർക്കും. കാരണം ചൂടോടുകൂടിയുള്ള ഭൂരിയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടാണ്. വഴിയിൽ നിന്ന് എല്ലാവരും പിക്ക് ചെയ്തിട്ട് മുഴുവൻ ആളുകൾ, അതായത് ഏകദേശം ഒരു 51 ആളുകളോളം ഉണ്ട്. അപ്പം അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവർക്കുള്ള സൗകര്യം ഈ ഹോട്ടലിലുണ്ട് കേട്ടോ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ചൂടോട് കൂടിയിട്ട് ഭൂരി കാര്യങ്ങൾ, അപ്പം, മറ്റുള്ള കറികൾ എല്ലാം നമുക്ക് യഥേഷ്ടമാണ്. അൺലിമിറ്റഡ് ആണ്. നമുക്ക് പറ്റുന്ന പോലെ കഴിക്കാം കേട്ടോ. എല്ലാം ഈ പാക്കേജിൽ ഉൾപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ റാണിപുരത്തേക്കുള്ള ആ ഒരു യാത്ര വീണ്ടും തുടർന്നു കേട്ടോ. ബസ്സിൽ പരസ്പരം പരിചയപ്പെടലുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. കാരണം പല രീതിയിൽ പല തരത്തിലുള്ള പല പൊസിഷനിലുള്ള ആളുകളാണല്ലോ നമ്മൾ എല്ലാവരും ഈ 51 പേരിലുണ്ടാവുക. എന്തായാലും ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടുന്ന് തൻസീർ ബ്രോ പാവം ആദ്യം നമ്മളെ മ്യൂസിക് സിസ്റ്റമൊക്കെ ചാർജ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കൊണ്ടുപോവാണ്. അതിനുള്ള സഹായിയായിട്ട് മൂപ്പര ഫ്രണ്ട് വിബീഷും ഉണ്ടായിരുന്നു. 2 പേരും കൂടിയിട്ട് അത് ചുമന്നുകൊണ്ട് കൊണ്ടുപോവാണ് കേട്ടോ. എന്തായാലും KSRTCക്ക് വേണ്ടി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള എൻ്റെ ഒരു തെളിവ് തന്നെയാണിത്. അങ്ങനെയും പറയാം. എന്തായാലും നമ്മൾ റാണിപുരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ആണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇതിൻ്റെ താഴെയാണ് വരുന്നത് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കണ്ട, അതൊക്കെ KSRTC നോക്കിക്കോളും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എല്ലാം ഈ പാക്കേജിൽ പെടുന്നതാണ്. അപ്പോൾ ഓൾറെഡി അവിടെ ചാർജും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് അവിടെ അലൗഡ് അല്ല. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കാൻ പോകുന്നവർ. നമ്മളൊരു തരത്തിലും പ്രകൃതി മലിനമാക്കാതെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെ ഗാർഡുകളുടെ കൂടെ, സെക്യൂരിറ്റിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. അവർ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈനെ കാണിച്ചു തന്നു കേട്ടോ. എന്തായാലും പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ നിന്നാണ് നമുക്ക് ട്രക്കിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോകുന്ന ഫസ്റ്റത്തെ ആ ഒരു ഏരിയ കുറച്ച് മണ്ണൊക്കെ ഇടിച്ച് നിരത്തി നല്ല രീതിയിൽ നടക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 2.5 കിലോമീറ്ററാണ് നമുക്ക് മുകളിലേക്ക് നടന്ന് കയറാനുള്ളത്. ഒരു 400 മീറ്ററിനപ്പുറം ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ മുകളിലേക്ക് കയറാൻ സാധിക്കാത്തവർക്ക് ആ 400 മീറ്ററിനപ്പുറത്തുള്ള ആ ഒരു വ്യൂ പോയിൻ്റ് കണ്ടിട്ട് മടങ്ങി വരാവുന്നതാണ്. എത്ര റിസ്ക് എടുത്തിട്ട് മുകളിൽ കയറി ചെല്ലുകയാണെങ്കിലും അതിനുള്ള കാഴ്ച മുകളിൽ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. 2.5 കിലോമീറ്റർ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കയറിയാലും ശരി, വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. പൈതൽമല ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ട്രക്ക് ചെയ്യുന്ന ഒരു കൂട്ടത്തിലുമാണ്. പക്ഷേ അവിടെ വേറൊരു ഫീലായിരുന്നു. അതിനേക്കാൾ ഒന്നുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഇവിടെ തോന്നി. കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഞാൻ പൈതൽമല യാത്ര നടത്തിയിട്ടുള്ളത്. ഒരുപാട് പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ ഈസി ആയിട്ടാണ് കയറി പോകുന്നത്. ഏകദേശം ഒരു പകുതി ദൂരം പിന്നിടുമ്പോഴൊക്കെ കുറച്ച് ക്ഷീണം കാണാം. അപ്പോൾ അവിടെ അതിനുള്ള വെള്ളം സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. കാശ് കൊടുത്തിട്ടാണ് വാങ്ങേണ്ടത് കേട്ടോ. ഫോറസ്റ്റിൻ്റെ ഫീല് അതേപോലെ കിട്ടുന്ന തരത്തിൽ ഉള്ളിലെ കാഴ്ചകൾ, മരത്തിൻ്റെ വേരുകൾ, കാര്യങ്ങൾ നല്ല രസമാണ് കേട്ടോ. കാരണം കുറേ അധികം തണലുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വെയിലുള്ള ഏരിയ കുറച്ച് വരും. ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 400 മീറ്ററിൻ്റെ ആ വ്യൂ പോയിൻറ്റിൽ അവിടേക്കുള്ള ഒരു വഴിയും കൂടി ആണ് ഇട്ടത്. ഇവിടെ നോക്കിയാൽ ജസ്റ്റ് കാണാവുന്നതാണ്. അത് നമ്മളെ കൂട്ടത്തിൽ ട്രക്ക് ചെയ്യാൻ വന്ന ആ പിള്ളേരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടിയാണ് കേട്ടോ ഈ ഒരു ഉഷാറായിട്ട് ഓടിക്കയറിക്കൊണ്ടിരിക്കുന്നത്.
ആ കാഴ്ച നല്ല രസമായിട്ട് തന്നെ തോന്നി. കാരണം കൂടെ ഉള്ളവരൊക്കെ അത്യാവശ്യം ക്ഷീണിച്ച് തുടങ്ങിയൊരു മട്ടാണ്. സ്ഥിരമായിട്ടല്ലല്ലോ എല്ലാവരും മല കയറുന്ന ആ ഒരു സ്വഭാവക്കാരല്ലല്ലോ എല്ലാവരും. എന്തായാലും KSRTC ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നെന്നുള്ള കാര്യം അതെന്തായാലും ചെറിയൊരു കാര്യമല്ല. കാരണം നമ്മൾ എത്ര ദൂരത്തു നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും റാണിപുരം വന്ന് കാണാമെന്നുള്ളത് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരുന്നു. എത്രത്തോളം അവിടുത്തെ കാര്യങ്ങൾ അറിയില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രം വൈകിപ്പോയതാണ്. KSRTC അങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചപ്പോൾ ഉടനെ തന്നെ വരാൻ പറ്റി, അത് ആസ്വദിക്കാനും പറ്റി. തീർച്ചയായിട്ടും ആരാണെങ്കിലും പോയി കണ്ടിരിക്കേണ്ട, മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് എന്ന് തീർച്ചയായിട്ടും പറയാം. അത്ര മനോഹരമാണ് കേട്ടോ ഈ ഒരു സ്ഥലം. മുകളിൽ കയറി ചെല്ലുമ്പോഴേ നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് 2 സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഒരാശ്വാസം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വെയിലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കാം. ഇവിടെ നോക്കിയാൽ കാണുന്ന അതാണ് കേട്ടോ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. ബസ്സൊക്കെ പാർക്ക് ചെയ്തൊരു ഏരിയ ആണിത്. ഇവിടെ അതേപോലെ ഇവിടെ നോക്കിയാൽ കാണുന്ന ആ ഏരിയയിലും ഇതുപോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇവിടുന്ന് നേരെ കാണുന്ന ആ ഒരു മലയുണ്ടല്ലോ, അതും കൂടി നമ്മളൊന്ന് കവർ ചെയ്യണം കേട്ടോ. വെയിൽ കൊണ്ട് നടന്നാൽ എന്താ പൊളി വൈബ്. സീനറി എന്ന് പറഞ്ഞാൽ ഇതാണ്, നല്ല ഫോറസ്റ്റിൻ്റെ ഗ്രീനറി ഒക്കെ ആയിട്ട്. പുടുക്കത്തെ വെയിലാട്ടാ, ഇഷ്ടം പോലെ നടക്കാനുണ്ട്. പാറക്കല്ലുകൾ, നല്ല ഉരുളൻകല്ലുകളായതുകൊണ്ടേ കാലൊക്കെ സ്ലിപ്പായിട്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മളെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനാട്ടോ ഇതാ വരുന്നത്. ഈ അനുപേട്ടൻ്റെ പ്രായം എന്താണെന്നറിയോ? ഒരു ആ കറക്റ്റായിട്ടാ വയസ്സെന്ന് പറഞ്ഞാൽ അനുപേട്ട 63 വയസ്സുള്ള ആള് ഞങ്ങൾ ടീമിൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട്. പിന്നെ ബാക്കിലെ ആളെ അറിയാലോ, രോമാഞ്ച കുഞ്ചുക എന്തെന്ന് പറയാ, ബാക്കി ഞാൻ പിന്നെ പറയാം. ഇവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. കൂടി ഇതാ മോരുവെള്ളം കേട്ടോ, മോരുവെള്ളം. ആമോ ഇതെന്താണ്? സർവത്തല്ലേ? ഒരു മോരുവെള്ളം കൂടി അല്ല, മോരുവെള്ളം 3 മോര്. മോര് വെള്ളത്തിലാണോ വെള്ളം മോരിലാണോ എന്നറിയില്ല. അത് ശരിയാ. KSRTC യാത്രക്കാരിൽ ഒന്നാമത് എത്തിയിരിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ അനുഭവപ്പെട്ടാ എവിടാ. ഹായ്. ഈ മല കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു മലയും കൂടി കയറാൻ കേട്ടോ. അതിന് ടോപ്പാണ് ഇതാ ഈ വലിയ പാർക്കല്ലേ, പൊളി വൈബട്ട മക്കളെ. അതിന് മുകളിൽ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്താ നമ്മൾ കയറുന്നുണ്ട്. KSRTC യാത്രക്കാരിൽ മുന്നിൽ തന്നെ ഉണ്ട്. കഥച്ചിട്ട് ചാവാനയക്കുന്നത് വേറെ കാര്യം, അതൊന്നും നോക്കണില്ല. മേലെ ചെന്നിട്ട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ.
ഹലോ ഹലോ തൻസീർ ബ്രോ ഇവിടെ നോക്കിയ വയ്യ അല്ലേ? പ്രായം വെറും ഒരു അക്കാണ് അല്ലേ? അതിന്റെ തെളിവാണ് ഇതൊക്കെ. ഹായ്, KSRTCയുടെ നമ്മളെ റാണിപുരം ഈ ട്രക്കിംഗ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്ത്? നമ്മളെ വണ്ടിയിലെ ഏറ്റവും എനർജി ആയിട്ട് ഫ്രണ്ടിലൊക്കെ എത്തിയ ഒരാളാണ് താന്, ഞങ്ങളുടെ പുറകിലിട്ടോ. അപ്പൊ അതിനെ പറ്റിയ അഭിപ്രായം എന്താ? ഈ ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വിഷമമുള്ള ട്രക്കിംഗ് ആ, പക്ഷെ അടിപൊളി വ്യൂ ആ. ഏറ്റവും മേലെ എത്തിക്കഴിഞ്ഞാല് പോകുന്ന വഴിക്ക് തന്നെ കുറെ വ്യൂ ഉണ്ട്, കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ബോട്ടിലും വെള്ളവും അങ്ങനെയെല്ലാം കുറച്ച് കരുതൽ വേണം. പക്ഷെ അടിപൊളി വ്യൂ ആ പോയി കണ്ടാല്. അപ്പൊ എല്ലാരും ഒന്ന് പോവാം. കൂട്ടുകാരികളോടൊക്കെ പറയാലോ അല്ലേ? പറയും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഈ റാണിപുരം ട്രിപ്പില് കുറച്ച് ഒരുപാട് നടക്കാൻ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു യാത്രേനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? മുകളില് എല്ലാവരും പോയി, ഇപ്പം നമ്മൾ എല്ലാ വ്യൂ മേലെ പോയിട്ട് കണ്ട്. അപ്പോൾ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? എന്താണ് ഈ ഒരു യാത്രേനെ പറ്റിയിട്ട്? കുറേ യാത്ര ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ യാത്രയിൽ ഒരു പുതിയ അനുഭവമാണ്. നല്ല കയറ്റം ഉണ്ടെങ്കിലും മനസ്സിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു. നല്ല രീതിയിലുള്ള പരിചരണമായിരുന്നു KSRTCന്റെ ഭാഗത്തുണ്ടായിരുന്നു. വലിയ സന്തോഷമുണ്ട്. ഇനിയും KSRTCന്റെ ഈ യാത്രകളിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ട്. സാധിക്കുവാണെങ്കിൽ ഓക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു. റോയ് സാറിനെ കണ്ട് പഠിച്ചിട്ടാണോന്ന് അറിയില്ല, ഇടയ്ക്ക് എന്നെ ഒന്ന് കളിയാക്കുമെങ്കിലും തൻസീറിൻ്റെ ഇത്തരം പ്രവൃത്തികൾ നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഉച്ച നേരത്തെ ഫുഡ് ഉണ്ടല്ലോ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, കിടിലം ബിരിയാണിയും അതേപോലെ തന്നെ നാടൻ ചോറും നല്ല നല്ല കറികളൊക്കെ ആയിട്ട്. പതിവ് പോലെ എല്ലാം കഴിഞ്ഞ് നല്ലൊരു ഫോട്ടോ പിടുത്തം അതും കഴിഞ്ഞു കേട്ടോ. ഇനി നേരെ നമ്മൾ പോണത് ബേക്കൽ ഫോർട്ടിലേക്കാണ്. അങ്ങനെ ബേക്കൽ കോട്ട എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോട്ട കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ഒരു ടീ സ്നാക്സ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. അത് നമ്മളെ KSRTCയുടെ പാക്കേജിൽ പെടുന്നതാണ്. എന്തായാലും കോട്ടയെ പറ്റിയിട്ട് ചരിത്രപരമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷേ ബസ്സിനകത്ത് നമ്മൾ തൻസീർ ബ്രോ വൃത്തിയായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. ഒരു ട്രിപ്പ് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സത്യത്തിൽ ആൾക്ക് നല്ലൊരു പരിശീലനം കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ് നമ്മൾ തൻസീർ കേട്ടോ. എന്തായാലും ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ 30ാമത്തെ ഉല്ലാസയാത്രയാണ് കേട്ടോ മൊത്തത്തിൽ KSRTCയിലെ. അപ്പം ഞാൻ കേരളത്തിലെ ഒരുവിധം ഡിപ്പോകളിൽ നിന്നൊക്കെ യാത്ര പോവാറുണ്ട്, ഇനിയും പോവും. പിന്നെ ഈ ഒരു യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ 29 ട്രിപ്പിലും കാണാത്ത കറക്റ്റായിട്ടുള്ള ഒരു പങ്ക്ച്വാലിറ്റി. എല്ലാ സ്പോട്ടിലും ചെന്ന് ഇറങ്ങേണ്ട സമയം, തിരിച്ച് ബസ്സിൽ കയറേണ്ട സമയം, ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളുടെ ക്വാളിറ്റി എന്ന് മാത്രമല്ല അതിന് പറയാനുള്ളത്. കാരണം ഇതിൽ യാത്ര ചെയ്ത 51 പേരും വളരെ കൃത്യമായിട്ട് സമയം പാലിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്രയും ക്വാളിറ്റി ഉള്ള ആളുകൾ തന്നെയായിരുന്നു. മറ്റുള്ളവർ മോശക്കാർ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഈ ട്രിപ്പിന് അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വളരെ ടൈമിംഗ് ആയിട്ടാണ്. ഒരു സ്ഥലത്ത് നമ്മൾ ലേറ്റ് ആയിട്ടില്ല, എല്ലാം 10 മിനിറ്റ് മുന്നേ ചെന്ന് കയറുകയാണ് ചെയ്തിട്ടുള്ളത് ഓരോ സ്പോട്ടിലും. കോട്ടയുടെ നല്ല നല്ല കാഴ്ചകൾ ഇവിടുന്ന് പല ഏരിയയിൽ നിന്നായിട്ട് നമുക്ക് കാണാൻ പറ്റി. അതിനുള്ള ഇഷ്ടം പോലെ സമയം നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബേക്കൽ കോട്ടയുടെ കാഴ്ചയ്ക്ക് ശേഷം ബേക്കൽ ബീച്ച് അങ്ങോട്ടാണ് കേട്ടോ ഇനി നമ്മൾ പോവുക. അപ്പം ഒരുപാട് സമയം നമുക്ക് കറക്റ്റായിട്ട് ഇതിന് കിട്ടുന്നുണ്ട്. എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ കോട്ടയുടെ മുഴുവൻ കാഴ്ചകളും കണ്ടിട്ട് ഒരു ചായയും ചെറിയൊരു പലഹാരമൊക്കെ കഴിച്ചിട്ട് ആണ് നമ്മൾ ബേക്കൽ ബീച്ച് കാണാനായിട്ട് പോവുക കേട്ടോ. ഇതിനകത്ത് തന്നെ അത്യാവശ്യം കാഴ്ചകളുണ്ട് ഇഷ്ടംപോലെ. പഴയതിൻ്റെ ഓരോ തുരങ്കങ്ങളും ഒക്കെ അങ്ങനെ എന്തൊക്കെയോ ഒരു സെറ്റപ്പാണ്. ഞാൻ പറഞ്ഞ് മിക്ക വീഡിയോയിലും പറയാറുള്ള പോലെ നമ്മൾ പറയുന്നതിലല്ല പോയി കാണുന്നതിലാണ് ശരിക്കും അതിൻ്റെ ഒരു ഫീല് എടുക്കുന്നത്, അല്ലേ? അതല്ല എൻ്റെ സത്യാവസ്ഥ. ഏതൊരു സ്ഥലമാണെങ്കിലും നമ്മൾ പോയി അവിടെ പോയി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എല്ലാവിധ കാര്യങ്ങളും നമുക്ക് അറിയാനും ശരിക്കും അത് അനുഭവിച്ചറിയാൻ പറ്റുന്നത് പോയി കാണുമ്പോൾ മാത്രമാണ്.
ഒരു അറിവ് തരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഓരോരുത്തരുടെയും വീഡിയോ ചെയ്യുന്നത് അല്ലേ. എന്തായാലും കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബീച്ചിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബീച്ചിനകത്ത് തന്നെ നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള പാർക്കും കാര്യങ്ങൾ ഒരുപാട് റൈഡുകളുണ്ട്. കുട്ടികൾക്കും വലിയവർക്കുമായിട്ടുള്ള ഒരുപാട് റൈഡുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബീച്ചിൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. അതായത് കടലിൽ ഇറങ്ങിയിട്ട് കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്യാം. അതിനുള്ള സമയമുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ അതുപോലെ സൂര്യാസ്തമയം ഉണ്ടല്ലോ, അത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. റോണിൽ ബ്രോയുടെ ഓരോ കോപ്രായങ്ങൾ എന്ന് പറയാൻ വയ്യ അല്ലേ. ഇതൊക്കെ ഓരോരുത്തരും ഓരോ കഴിവല്ലേ. ആള് നല്ല അഭ്യാസിയാണ് കേട്ടോ. കളരി എന്നൊക്കെയാണ് കേട്ടത്. കുറേ കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് അവിടെ മണലിൽ നിന്നിട്ടൊക്കെ ചെയ്തു തന്നു കേട്ടോ. വളരെ രസികനാണ് ഇദ്ദേഹം, ഒരു രക്ഷയില്ല. അതേപോലെ നമ്മളെ അനൂപേട്ടൻ ഒരു ട്രൗസറൊക്കെ ഇട്ടിട്ട് കടലിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മളെ നിത്യയും ഋതുവൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ ഒട്ടകത്തിൻ്റെ മേലെ ഒരു റൈഡൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അതിന് മേലെ പോകുന്നതാണ്. അതിനൊക്കെയുള്ള സമയമുണ്ട്. പിന്നെ നമുക്ക് എല്ലാവിധ കാപ്പി, അതുപോലെ ചായ, കൂൾ ഡ്രിങ്ക്സ്, അങ്ങനത്തെ ഐറ്റംസ്, അങ്ങനെ എല്ലാവിധ ഷോപ്പുകളും അവിടെ ഉണ്ട്. KSRTCയുടെ പാക്കേജിന് പുറമെ നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് വാങ്ങി കഴിക്കാട്ടോ. കുതിരവണ്ടി വരെ ഉണ്ട് ഇവിടെ. പിന്നെ ഇനി എന്ത് വേണം അല്ലേ. അപ്പോൾ യാത്ര എങ്ങനെ അടിപൊളിയല്ലേ. അപ്പോൾ കാഴ്ചകൾ ഇതിലും കൂടുതലുണ്ട്. സമയപരിധിയാണ് പ്രശ്നം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.